I'm Jerry. We build the brands. ബ്രാൻഡിങ്ങിനെ കുറിച്ച് നമ്മൾ റിയൽ ഇൻസൈറ്റുകൾ സംസാരിക്കുന്ന സീരീസ് ഓഫ് എപ്പിസോഡ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അതൊരു വളരെ സയൻറ്റിഫിക് ആയ അപ്രോച്ചാണ്. ക്രിയേറ്റിവിറ്റിനേക്കാൾ കൂടുതൽ ക്രിയേറ്റിവിറ്റി വേണമെന്നല്ല, ഡെഫിനറ്റ്ലി വേണം. അതിനേക്കാൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റീവ് ആവണം. നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് നമുക്ക് നമ്മുടെ മെസ്സേജിനെ കൺവേ ചെയ്യാൻ പറ്റണം. കമ്മ്യൂണിക്കേറ്റീവ് ആവുക എന്നുള്ളതാണ്. സോ ആദ്യം തന്നെ എൻ്റെ ബ്രാൻഡ് ഡിസ്കവറിയിൽ തൊട്ട് വർക്ക് ചെയ്ത്, ബ്രാൻഡ് പർപ്പസിലും ബ്രാൻഡ് വിഷനിലും ബ്രാൻഡ് മിഷനിലൊക്കെ വർക്ക് ചെയ്ത്, ബ്രാൻഡ് പൊസിഷനിങ്ങിൽ വർക്ക് ചെയ്ത്, ടാർഗറ്റ് ഓഡിയൻസിലൊക്കെ പഠിച്ച് പ്രോപ്പറായിട്ട് ഫേസ് 3 നമുക്ക് കിടക്കാം. വെൽക്കം ടു ദ ഫേസ് 3 ഓഫ് ബ്രാൻഡിങ്. ഫേസ് 3 എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഡെലിവറബിൾസ് ആണ്, അല്ലെങ്കിൽ വാട്ട് പീപ്പിൾ സീ, എന്താണ് ആളുകൾ കാണുന്നത്. ഫേസ് 1 ഫേസ് 2 നമ്മൾ ഡിസ്കസ് ചെയ്തത് ആളുകൾ കാണുന്ന കാര്യമല്ല, ബട്ട് നമുക്ക് ക്ലിയർ ആവേണ്ട കാര്യമാണ്, നമുക്ക് ക്ലാരിറ്റി കിട്ടേണ്ട കാര്യമാണ്. ഏതൊരു ബിസിനസ് ഓണറും അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് പുറത്തോട്ടുള്ള ഈ ഒരു സാധനത്തിനെ ബ്രാൻഡ് ഐഡന്റിറ്റീസിനെ ബിൽഡ് ചെയ്യാമോ. ബ്രാൻഡ് ഐഡന്റിറ്റീസ് മാത്രമാണ് വാട്ട് പീപ്പിൾ സീ, വാട്ട് അതേഴ്സ് സീ, പുറത്തോട്ട് ആളുകൾ കാണുന്നത്. ഇവിടെയാണ് നമ്മുടെ ഓരോ പ്രോസസ്സും അതുപോലെ ക്രിയേറ്റിവിറ്റി കാര്യങ്ങളെല്ലാം തന്നെ പറയേണ്ടത്. അതിൽ ബ്രാൻഡ് ഐഡന്റിറ്റീസും ഉണ്ട്, ബ്രാൻഡ് അസെപ്റ്റും ഉണ്ട്. ബ്രാൻഡ് ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത് മെയിനിൽ ഡെഫിനറ്റ്ലി പേര്, നെയിം തന്നെയാണ്. വളരെ റെക്കഗ്നൈസബിൾ ആയ, വളരെ ഈസിലി കൺവേ ചെയ്യാൻ പറ്റുന്ന, ആളുകൾക്ക് എന്നും മെമ്മറിയിൽ റിമെമ്പർ ചെയ്യുന്ന, അവർക്ക് റെക്കഗ്നൈസ് ചെയ്യുന്ന, അവർക്ക് ഈസിലി കണക്റ്റ് ആവുന്ന, അവർക്ക് ഒരു ഇമോഷനെയും കൂടി കൺവേ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സ്യൂട്ടബിൾ ക്യൂട്ട് നെയിമാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ്. എല്ലാവർക്കും അത് ഈസിലി മനസ്സിൽ നിൽക്കും. അപ്പം നെയിമിങ്ങും കാര്യങ്ങളും ഇടുക. അതുപോലെ തന്നെ അതിൻ്റെ ലോഗോ, ഇപ്പോൾ ഏതൊരു ബ്രാൻഡിനും ലോഗോ വേണം നിർബന്ധമൊന്നുമില്ല. ഓരോ ബ്രാൻഡിൻ്റെ യൂസ് കേസുകൾ അനുസരിച്ച് ചില ബ്രാൻഡുകൾക്ക് പ്രൊഡക്റ്റ് ആയിരിക്കും, ഇപ്പോൾ പ്രൊഡക്റ്റുകൾ ലാബ് ചെയ്യേണ്ടി. ചില ബ്രാൻഡുകൾക്ക് ഓൺലൈൻ ഡിജിറ്റൽ പ്രസൻസ് ആയിരിക്കും. ചില ബ്രാൻഡുകൾക്ക് ഡിജിറ്റൽ കോഴ്സുകളായിരിക്കും, ഓൺലൈൻ എഡ്യൂക്കേഷൻ ആയിരിക്കാം. അപ്പോൾ എജ്ടെക് ആവട്ടെ, ഫിൻടെക് ആവട്ടെ, ടെക്നോളജി ബേസ്ഡ് ആവട്ടെ, ഓരോ ബ്രാൻഡിൻ്റെയും യൂസ് കേസുകൾക്ക് അനുസരിച്ചിട്ടാണ് ലോഗോ തന്നെ പ്രൈമറി ലോഗോ, സെക്കൻഡറി ലോഗോ, ടെർഷ്യറി ലോഗോക്ക് വരും. പ്രൈമറി ലോഗോ വേണ്ടി അതിൻ്റെ പേരും കാര്യങ്ങളും, അതിൻ്റെ ടാഗ് ലൈനും, ബ്രാൻഡിക്കോ ബ്രാൻഡിങ്ങിൻ്റെ ലോഗോ, അതുപോലെ ബ്രാൻഡ്സ് ടാഗ് ലൈൻ എല്ലാം കൂടി കൂടുന്നതായിരിക്കും പ്രൈമറി ലോഗോ. അത് ഇൻവോയ്സിലേക്കോ അല്ലെങ്കിൽ മെയിൻ കൊട്ടേഷൻസിലേക്ക് യൂസ് ചെയ്യുള്ളൂ. പിന്നെ സെക്കൻഡറി ലോഗോ പറഞ്ഞാൽ ജസ്റ്റ് ലോഗോയും അതുപോലെ തന്നെ ബ്രാൻഡിക്കോ എന്നുള്ള ടൈപ്പ് മാത്രം, ടാഗ് ലൈൻ ഉണ്ടാവില്ല. പിന്നെ ടെർഷ്യറി ലോഗോ ഉണ്ട്, അതൊരു സബ്മാർക്ക് മാത്രം, ബ്രാൻഡിക്കോയുടെ ലോഗോ മാത്രമല്ല. പ്രൈമറി ലോഗോ, സെക്കൻഡറി ലോഗോ, ടെർഷ്യറി ലോഗോ വരെ പഠിച്ച് ആ ബ്രാൻഡിൻ്റെ യൂസ് കേസുകൾ, ആ ബ്രാൻഡ് എവിടേക്ക് ആ ബ്രാൻഡിനെ യൂസ് ചെയ്യും എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ലോഗോ സ്യൂട്ട്, നമ്മുടെ ലോഗോ സ്യൂട്ടിനെ ഡെവലപ്പ് ചെയ്യാൻ. അതുപോലെ ആ ബ്രാൻഡ് സ്റ്റോറി, ആ ബ്രാൻഡിൻ്റെ പിന്നിൽ സ്റ്റോറി ഉണ്ടാവും. ആ ലോഗോക്ക് പിന്നിൽ സ്റ്റോറിനെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യും. അത് ഞങ്ങൾ ഗേറ്റ്വേയിൽ പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യും. അതുപോലെ തന്നെ ടൈപ്പോഗ്രഫി, ബ്രാൻഡിക്കോ എന്ന എഴുതിയ ഫോണ്ട് അത് ലോകത്ത് വേറെ എവിടെയും ഇല്ല, ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളത്. ഞങ്ങൾക്കത് വളരെ അഭിമാനത്തിൽ പറയാം. ബ്രാൻഡിക്കോൻ്റെ ബ്രാൻഡിക്കോ എന്ന് എഴുതിയ ടൈപ്പോഗ്രഫി സാധനം ലോകത്ത് വേറെ ആ ഫോണ്ട് വേറെ അറിയില്ല. വളരെ യുണീക്കായി ഞങ്ങളുടെ സ്വന്തം ഐഡന്റിറ്റിയാണ്. വി ക്രിയേറ്റഡ്, വി കാസ്റ്റഡ് ഇറ്റ്. അതിനോടൊപ്പം ദ ബ്രാൻഡ് പാറ്റേൺ, ആ ബ്രാൻഡിൻ്റെ പാറ്റേണും കാര്യങ്ങളും നോക്കി, അതുപോലെ തന്നെ ബ്രാൻഡിൻ്റെ ഡേറ്റിലേക്ക് നമ്മൾ യൂസ് കേസുകൾ നോക്കി, അതിൻ്റെ റോങ്, അതിൻ്റെ സ്പേസിങ്, അതിൻ്റെ പൊസിഷനിങ്, അതിൻ്റെ മോക്കപ്പുകൾ, അതിൻ്റെ യൂസ് കേസുകൾ, ആ പോസ്റ്ററിലേക്ക് എന്ത് യൂസ് ചെയ്യും, ഇൻവോയ്സിലേക്ക് എന്ത് യൂസ് ചെയ്യും, ദെൻ വെബ്സൈറ്റിൻ്റെ ഹെഡറിലേക്ക് എന്ത് യൂസ് ചെയ്യും, അത് ഹൊറിസോണ്ടലായി വെച്ച് വെർട്ടിക്കലായി വെച്ച് അവൻ്റെ മോണോകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ബ്ലാക്കിലും വർക്കൗട്ട് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ ബ്രാൻഡ് ഗൈഡ് ലൈൻസും ബ്രാൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യാറ്. സോ ദിസ് ഈസ് ദ ഓൾ തിങ് അബൌട്ട് ബ്രാൻഡ് ഐഡന്റിറ്റീസ്. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഓണറാണെങ്കിൽ, ബ്രാൻഡ് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ, വളരെ കളർഫുൾ ആയിട്ട് മോക്കപ്പുകളൊക്കെ അടിച്ച് കൊടുക്കാറുണ്ട് പല ബ്രാൻഡുകളും. പക്ഷെ അതൊന്നും യൂസ് ചെയ്യാൻ കഴിയില്ല. ഏതൊരു ബ്രാൻഡുകളും ഇപ്പം ബ്രാൻഡ് എന്ന് പറഞ്ഞു വരുമ്പോൾ ആദ്യം തന്നെ വലിയൊരു ഹോർഡിങ്സ്, വലിയൊരു ഫ്ലെക്സിലേക്ക് അത് വെച്ച് കൊടുക്കും. ഇങ്ങനെയാണ് നിങ്ങൾ ഫ്ലെക്സിൽ വെച്ച് കഴിഞ്ഞാലുള്ള ബ്രാൻഡ്. ആ ഒരു ബ്രാൻഡ് അതിൻ്റെ ജന്മത്തിൽ ഫ്ലെക്സ് അടിക്കുകയോ അല്ലെങ്കിൽ ഹോർഡിങ്സ് വെക്കുകയോ ചെയ്യില്ല. അപ്പോൾ അവർക്ക് വെറുതെ മോക്കപ്പുകൾ അടിച്ചു കൊടുക്കാതെ നിങ്ങൾ ബ്രാൻഡ് ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗൈഡ് ലൈൻ ചുമച്ച് വാങ്ങാൻ. നിങ്ങളുടെ ബ്രാൻഡിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഗൈഡ് ലൈൻ പോസ്റ്ററിലേക്ക്, സോഷ്യൽ മീഡിയ പോസ്റ്ററിലേക്ക് ഏത് ലോഗോ ആണ്, സബ്മാർക്ക് മാത്രം എങ്ങനെ വെക്കും, പ്രൊഡക്റ്റിലേക്ക് എന്ത് ലാബിൽ വരും, ഇൻവോയ്സിലേക്ക് എന്താ, വെബ്സൈറ്റിൻ്റെ ഹെഡർ എന്താ, ഹൊറിസോണ്ടൽ എങ്ങനെയാ, വെർട്ടിക്കൽ എങ്ങനെയാ, അതിൻ്റെ മോണോ കളേഴ്സ് എങ്ങനെയാ ചോദിച്ച് വാങ്ങുക. കമ്മ്യൂണിക്കേഷൻ ഗൈഡ് ലൈനാണ് നിങ്ങൾ പ്രോപ്പറായി ചോദിച്ച് വാങ്ങേണ്ടത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഗൈഡ് ലൈനാണ് പഠിക്കേണ്ടത്. അതാണ് ബ്രാൻഡ് ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത്. ബ്രാൻഡ് അസറ്റുകളെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെലിവറബിൾസിലേക്കാണ് പോവുക. ബ്രാൻഡ് അസറ്റുകൾ എന്ന് പറയും. അപ്പോൾ ഏതൊരു ബ്രാൻഡിങ്ങിൻ്റെയും ഒരു ബേസിക് ആയിട്ട് പാക്കേജിൽ ഞങ്ങൾ കൊടുക്കാറുള്ള പൊതുവേ കാര്യങ്ങൾ ഇതെല്ലാം വേണമെന്നല്ല, ബേസിക് ആയിട്ടുള്ള ചില ലെവലുകൾ ലിസ്റ്റ് ചെയ്തെന്ന് മാത്രം.
സോ ബ്രാൻഡിങ്ങിൽ ബ്രാൻഡ് അസെൻസിൽ ബ്രാൻഡ് പ്രൊഫൈൽ അല്ലെങ്കിൽ ബ്രോഷർ ഒരു 6 to 8 pages 4 or 6 പേജുള്ള ബ്രോഷർ പ്രിന്റിംഗ് ക്വാളിറ്റിയിൽ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അവർക്കത് ഓഫീസുകളിലോ മറ്റുള്ള ക്ലയന്റുകളിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റൽ ഫോമിലും ഓൾസോ പ്രിന്റിംഗ് ക്വാളിറ്റിയിൽ പ്രൊഫൈൽ അല്ലെങ്കിൽ ബ്രോഷേഴ്സ് കൊടുക്കാറുണ്ട്. ആൻഡ് ഓൾസോ വെബ്സൈറ്റ് കാര്യങ്ങൾ അതിൻ്റെ ഹെഡറിലേക്കുള്ള ഡിസൈൻസ്, വെബ്സൈറ്റിലേക്ക് ഡിസൈൻസ് കൊടുക്കാറുണ്ട്. ആൻഡ് ഓൾസോ ബിസിനസ് കാർഡ്, നമ്മൾ ബിസിനസ് കാർഡ് എന്ന് പറഞ്ഞ രൂപത്തിലുള്ള ബിസിനസ് കാർഡ് കൊടുക്കും, ലെറ്റർ കെട്ട് കൊടുക്കും, ടെൻപുകൾ കൊടുക്കും, അവിടെ ഇൻവോയ്സ് ഓഫ് കൊട്ടേഷൻ്റെ മോഡൽ കൊടുക്കും. സോ ത്രൂ ഔട്ട് ദ ലൈഫ് ആ ബ്രാൻഡ് അതാണ് യൂസ് ചെയ്യുന്നത്, അതാണ് കൺവേ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ പാക്കേജിങ്, അവർക്ക് പ്രൊഡക്റ്റ് കാര്യങ്ങളുള്ളതാണെങ്കിൽ അവർക്കായിട്ട് ഈ നല്ലൊരു പാക്കേജിങ് കാര്യങ്ങൾ ഡിസൈൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ലാബൽസ്, ഇപ്പോൾ ക്ലോത്തിങ് ബ്രാൻഡൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ലാബലുകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവാറില്ലേ, അത് നമ്മൾ കൊടുക്കാറുണ്ട്. ആൻഡ് ഓൾസോ സൈലേജസ്, ആൻഡ് ഓൾസോ ഏറ്റവും ഫൈനലായിട്ട് സോഷ്യൽ മീഡിയ ക്രെഡൻഷ്യൽസ്. ആ ഒരു ബ്രാൻഡിൻ്റെ സോഷ്യൽ മീഡിയയിലേക്ക് വേണ്ട DP, ഹൈലൈറ്റ്സുകൾ, കവർ പിക്കുകൾ, അതുപോലെ ബാനറുകൾ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ കവർ ഫോട്ടോ എല്ലാം ഒരു പാക്കേജ് ആയിട്ടാണ് നമ്മൾ പൊതുവെ ബ്രാൻഡ് ചെയ്യാറുള്ളത്. സോ ബ്രാൻഡിങ് എന്നാൽ അത്രയും ആയിട്ടുള്ള ടൈം എടുക്കുന്ന, റിസർച്ച് വേണ്ട, ചിന്തിക്കേണ്ട, സയൻറ്റിഫിക്കലി ആയിട്ടുള്ള, സൈക്കോളജിക്കലി ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അത് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. കാരണം ലൈഫ് ലോങ്ങിലേക്ക് നമ്മുടെ ബ്രാൻഡിനെ നമുക്ക് പ്രീമിയമായിട്ട് പൊസിഷൻ ചെയ്യണം. പ്ലീസ് ഡോണ്ട് കോംപ്രമൈസ് ആൻഡ് ബിൽഡ് യുവർ ബ്രാൻഡ്. ബൈ, ഐ ആം JD, we build brands.